മുഖംമൂടി അണിഞ്ഞ ചില ഉരുക്ക് മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. വീട്ടിൽ പൊട്ടിത്തെറിക്കുന്ന ഓരോ മനുഷ്യരും നമ്മൾ ദേഷ്യക്കാരാണെന്ന് മാത്രം കരുതി തെറ്റിദ്ധരിക്കരുത്. അവരിൽ പലവർക്കും അത് വേഷം മാറിയ ഒരു നിരാശയാണ്, വേഷം മാറിയ ഒരു സങ്കടമാണ്. അവർ പോലും അറിയാതെ ഉള്ളിൽ കൂടിയിരിക്കുന്ന വേദന. വില തരുന്നില്ല എന്ന സങ്കടത്തിൽ നിന്ന്, മാറ്റി നിർത്തി എന്നുള്ള സങ്കടത്തിൽ നിന്ന്, എനിക്കിനി ഒറ്റയ്ക്കായി നിൽക്കാം, എനിക്കിനി ആരെയും ആവശ്യമില്ല എന്നൊരു വെല്ലുവിളിയിലേക്കാണ് ഓരോ ദിവസവും അവർ കയറിപ്പോയത്. സൈക്കോളജിയിൽ ഇതിന് പറയുന്ന ഒരു കാര്യമാണ്, വാട്ട് ദ മൈൻഡ് സപ്രസസ് ദ ബോഡി ഓർ ബിഹേവിയർ എക്സ്പ്രസസ്. മനസ്സ് അടിച്ചമർത്തുന്ന ചില കാര്യങ്ങൾ, സപ്രസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതെവിടെയും പോവില്ല. അത് ഹൃദയത്തിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ കാത്തിരിക്കും ഒരു ദിവസം സംസാരിക്കാനായിട്ട് വേണ്ടി. ചിലപ്പോൾ അത് ദേഷ്യമായി സംസാരിക്കും, ചിലപ്പോൾ അത് അമിതമായ ജോലിയായിട്ട് പുറത്തു വരും, ഓവർ അച്ചീവ്മെൻ്റ് ആയിട്ടോ, ചിലപ്പോൾ അതൊരു മൗനമായിട്ട്. ഇതാണ് ഓൾട്ടർനേറ്റീവ് ബിഹേവിയർ. വെൻ ദ ഒറിജിനൽ പെയിൻ ടേക്സ് എ ഡിഫറെൻറ്റ് മാർക്സ് ടു സർവൈവ്. സങ്കടം, പേടി, നാണക്കേട് പോലുള്ള വികാരങ്ങൾ പുറത്തു വരാൻ അതിനൊരു സ്പേസ് കിട്ടാതെ വരുമ്പോൾ മനസ്സ് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നൊരവസ്ഥ. നമുക്കെല്ലാവർക്കും അറിയാം, സ്ഫടികത്തിലെ ആടുതോമയെ ഒന്ന് ഓർത്തു നോക്കിയേ. അയാളൊരു വെറൊരു ദേഷ്യക്കാരനായിരുന്നില്ല. വർഷങ്ങളുടെ വേദന തുറന്നു പറയാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു മകനായിരുന്നു അദ്ദേഹം. അച്ഛൻ്റെ അംഗീകാരം, അക്സെപ്റ്റൻസും കിട്ടാതെ പോയതിൻ്റെ വല്ലാത്തൊരു ദുഃഖം, എപ്പോഴും താരതമ്യം ചെയ്തതിൻ്റെ നാണക്കേട്, അല്ലെങ്കിൽ അവൻ്റെ കഴിവുകൾ പരിഗണിക്കാതെ വന്നപ്പോൾ അവനുണ്ടായ നാണക്കേട്, ഇതെല്ലാം അവൻ്റെ വല്ലാത്തൊരു വേദനയായിരുന്നു. ആ നിശബ്ദമായ മുറിവ് പിന്നീട് പ്രതിഷേധമായും ദേഷ്യമായും അകൽച്ചയായും ഒക്കെ മാറി. അവൻ്റെ മിടുക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറി. അവൻ്റെ സ്നേഹം ഒരു ആക്രമണമായിട്ട് പിന്നെ നമുക്ക് ആ മൂവി ഉടനീളം കാണാനായിട്ട് സാധിച്ചു. ഇതാണ് അടിച്ചമർത്തൽ, സപ്രഷൻ ചെയ്യുന്നത്. വേദനയ്ക്ക് നിലനിൽക്കാൻ വേണ്ടി അത് രൂപം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വില തരുന്നില്ല എന്ന സങ്കടത്തിൽ നിന്ന് നിന്നോടിതെല്ലാം ഈ രീതിയിലാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ കൊണ്ടെത്തിച്ചേരാറുണ്ട്. ദേഷ്യത്തെ വെറും ദേഷ്യമായി കാണാതെ അതിനു പിന്നിലെ വേദനയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അവർ കടന്നുപോയ ചില അവസ്ഥകൾ അറിയുന്ന നിമിഷം വീട്ടിലെ ആ മനുഷ്യരേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് നമുക്ക് തോന്നും. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ പാർട്ട്ണറോ, നമുക്ക് ചുറ്റുമുള്ള ചില ഉരുക്ക് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരുടെ മനസ്സിലൊക്കെ അവർ കടന്നുപോയ വേദനകളെയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചാൽ അത് വല്ലാത്ത ഒരു കാര്യമായിരിക്കും. ഞാനീ പറഞ്ഞത് ടോക്സിക് ബിഹേവിയറിനെ കുറിച്ചിട്ടല്ല. ചില വേദനകൾ തുറന്നു പറയാതെ, നമ്മൾ പോലും അറിയാതെ മാസ്ക് അണിഞ്ഞ് നമുക്ക് ചുറ്റും നിൽക്കുന്ന ചില ഉരുക്ക് മനുഷ്യരെ കുറിച്ചിട്ടാണ്. മുറിവുകളെ സ്നേഹം കൊണ്ട് നമുക്ക്